നമസ്കാരം. അറഫ ഗോൾഡ് സർഗസല്ലാപത്തിലേക്ക് വീണ്ടും സ്വാഗതം. പണ്ടൊരു നാളിൽ പത്തായം പൂട്ടിവെച്ച ജന്മയോട് ഒരു പറ നെല്ല് അടിയാളൻ കടം ചോദിച്ചു. കടം കൊടുത്തില്ലെന്നു മാത്രമല്ല, ചോദിച്ചവന്റെ തലതല്ലി പൊട്ടിക്കുവാനും ജന്മി ഉത്തരവ് നൽകി. അലറുന്ന തോക്കുകൾക്ക് മുന്നിൽ വിരിമാറ് കാട്ടി പണിയാളർ സംഘശക്തി കാട്ടിയപ്പോൾ ജന്മിത്വം ആടിയുലഞ്ഞു. തകർച്ചയിൽ നിന്ന് ഒരു പുതിയ ലോകം പിറവിയെടുത്തു. കാലം പിന്നെയും ഒഴുകി. ജന്മി പാപ്പരായി. അഷ്ടിക്ക് വകയില്ലാത്ത അമ്പലവാസികൾ മാറുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മുന്നിൽ പകച്ചുനിന്നു. വാമനന്മാരായളം നളന്നവരെന്റെ തീരങ്ങളിൽ വേലി ചാർത്തി. വേദന പാരതന്ത്ര്യത്തിന്റെ വേദന പോരു ഭഗീരഥ വീണ്ടും. വിത്തെടുത്തുണ്ണാൻ തിരക്കു കൂട്ടുമ്പൊഴി വിൽപ്പനയ്ക്കുന്നു ഞാൻ ഉൽപ്പന്നമായി. കയ്യിൽ ജലം കോരി സൂര്യബിംബം നോക്കി അമ്മേ ജപിച്ചവനാണുമർത്യൻ. ഗായത്രി ചൊല്ലാൻ അരക്കുമ്പിൾ വെള്ളവും നീക്കാതെ വിൽക്കാൻ കരാറുകെട്ടി. മാമുനി ശാപം മഹാശോകപർവം നീതപം കൊണ്ടെന്റെ മോക്ഷഗമനം. ഒരു ശംഖിലാരും തൊടാതെന്റെ ആത്മാവ് കരുതി വയ്ക്കുന്നു. ഭവാനെയും കത്തു ഞാൻ. മാനവ ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അറിയപ്പെടുന്ന ഒരു റേക്കി മാസ്റ്ററുമാണ് കൃഷ്ണയ്യർ. താല്പര്യമുള്ളവരെ റേക്കി പഠിപ്പിച്ചും പാവങ്ങളെ സൗജന്യമായി ചികിത്സിച്ചും തിരുവനന്തപുരത്ത് കാലടിയിലെ ഈ കൊച്ചു വീട്ടിൽ കൃഷ്ണയ്യറുണ്ട്. സകരപാപം കഴുകി പടർന്നൊഴുകിയ ഗംഗ കൊതിക്കുന്ന തിരികെ യാത്ര പോലെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന സ്വസമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ കൃഷ്ണയ്യർ പക്ഷേ നിരാശനാണ്. അമ്പലത്തിലെ ഊട്ടുപുരകളിൽ ഒരു നേരത്തെ അന്നം തേടിയെത്തിയിരുന്ന കുട്ടിപ്പട്ടരും ചെണ്ടക്കാരനുമൊക്കെ എങ്ങനെ മുന്നോക്ക ജാതിക്കാരായി എന്ന അമ്പരപ്പിലാണ് ഇദ്ദേഹം. സമ്പത്ത് പല കാലത്തും പലരുടെയും കയ്യിൽ കുമിഞ്ഞിരുന്നു. അഷ്ടിക്ക് വകയില്ലാത്ത നായരും നമ്പൂതിരിയും പണ്ടുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. 1936 ദേവരാജ അയ്യരുടെയും ലക്ഷ്മി അമ്മാളുടെയും 7 മക്കളിൽ മൂന്നാമനായാണ് കൃഷ്ണയ്യർ ജനിക്കുന്നത്. കോട്ടയത്തെ തിരുവാർപ്പിൽ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു കൃഷ്ണയ്യരുടെ ബാല്യം. ജന്മവും നിലവും നശിച്ച് പടച്ചോറിന്റെ പങ്കിൽ ദിവസം തള്ളി നീക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ ഗതികേട് കണ്ടാണ് കൃഷ്ണയ്യർ വളർന്നത്. തിരുവാർപ്പ് LP സ്കൂളിലും ഇല്ലിക്കൽ സെയിന്റ് ജോൺ സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൃഷ്ണയ്യർ പിന്നീട് കോട്ടയം CMS ഇംഗ്ലീഷ് സ്കൂളിലെത്തി. കോട്ടയം ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് TTC പൂർത്തിയാക്കിയ കൃഷ്ണയ്യർ SM UP സ്കൂളിൽ അധ്യാപകനായി പേരെടുത്ത കൃഷ്ണയ്യർ കോഴിക്കോട് മുക്കം LP സ്കൂൾ, വയനാട് പിണങ്ങോട് UP, കരുമം UPS, ശ്രീവരാഹം UP സ്കൂൾ, കാലടി UP സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1992 സർവീസിൽ നിന്ന് വിരമിച്ച കൃഷ്ണയ്യർ അന്നുമുതൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ്. 1968 മങ്കൊമ്പ് സ്വദേശിനിയും തന്റെ ഒരു ബന്ധുവും കൂടിയായ ലളിതാംബാളിനെ വിവാഹം ചെയ്ത കൃഷ്ണയ്യർക്ക് 2 പെൺകുട്ടികളാണ്. കൽക്കത്തയിലും ഡൽഹിയിലുമാണെങ്കിലും ഇരുവരും അയ്യരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മികച്ച പിന്തുണയാണ് നൽകുന്നത്. വിജിലൻസ് കോടതിയിൽ നിന്ന് വിരമിച്ച ലളിതാംബാൾ ഭർത്താവിന്റെ പോരാട്ടപാതയിലെ സജീവ സാന്നിധ്യമാണ്. 1970 മുതൽ സാമൂഹ്യ തുല്യത ലക്ഷ്യം വെച്ച് പോരാടുന്ന കൃഷ്ണയ്യർ ബ്രാഹ്മണ സഭ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നിട്ടുണ്ട്. 1984 അവശ്യ മുന്നോക്ക സമിതി രൂപീകരിച്ച കൃഷ്ണയ്യർ നഷ്ടജന്മി പെൻഷൻ നേടിയെടുത്ത പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2000 ആണ്ടോടെ റേക്കി ചികിത്സാ രംഗത്തേക്ക് കടന്ന കൃഷ്ണയ്യർ 10,000 കണക്കിന് രോഗികൾക്ക് ഇതിനകം തന്നെ ഹീലിംഗ് നൽകിയിട്ടുണ്ട്. റേക്കി ആരെയും പഠിപ്പിക്കാൻ തയ്യാറാകുന്ന കൃഷ്ണയ്യർ പോരാട്ടപാതയിൽ സജീവമാണ്. എണ്ണയാട്ടുന്ന നായർക്കും പട്ടിണി ഒഴിയാത്ത കുട്ടിപ്പട്ടർക്കും എന്തെങ്കിലും സാമൂഹ്യ തുല്യത ലഭിക്കുമെന്ന വിശ്വാസവുമായി മുന്നോക്കക്കാരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങൾക്കായി പടപൊരുതുന്ന ധാരാളം നേതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ കൃഷ്ണയ്യർ വാദിക്കുന്നത് ബ്രാഹ്മണാദി സമുദായങ്ങൾക്ക് സംവരണം നൽകണം എന്നാണ്. ചരിത്രവും ഭൂതകാലവും എന്തൊക്കെ പറഞ്ഞാലും അവകാശപ്പെട്ടാലും ജന്മദോഷം കൊണ്ട് ആഢ്യനായി പിറന്നവന് പടച്ചോറ് പോലും കിട്ടാക്കനിയാണ് എന്നാണ് അയ്യർ വാദിക്കുന്നത്. സ്വാഗതം ചെയ്യാം നമുക്ക് കൃഷ്ണയ്യരെ സർഗസല്ലാപത്തിലേക്ക്. മാനവ ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മാനവ ഐക്യവേദി 2005 രൂപം കൊള്ളുന്നത്. അതുവരെ
അവശ മുന്നോക്ക സംഘത്തിൻ്റെ പേരിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവശ മുന്നോക്ക സംഘം രൂപം കൊണ്ടത് 1985 മുതലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ അന്ന് 85 ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 15% സാമ്പത്തിക സംവരണം അനുവദിച്ചു. അതുപോലെ ഈ കുമാരപിള്ള കമ്മീഷന് പകരമായിട്ട് നാരായണപിള്ള കമ്മീഷനെ നിയമിച്ചു. അതായത് വിദ്യാഭ്യാസ രംഗത്തുള്ള സംവരണത്തെപ്പറ്റി അന്വേഷിക്കാനാണ് കുമാരപിള്ള കമ്മീഷന് പകരം നാരായണപിള്ള കമ്മീഷനെ നിയമിച്ചത്. അതുപോലെ ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാരുണ്ടായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ നഷ്ടജന്മികളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണപിള്ള കമ്മീഷൻ, അതായത് റവന്യൂ ബോർഡും ഫസ്റ്റ് മെമ്പറായിരുന്നു. അങ്ങേരുടെ ഏകാംഗ കമ്മീഷനായിട്ട് ഇവിടെ ഈ നഷ്ടജന്മികളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഈ നാരായണപിള്ള കമ്മീഷൻ്റെ റിപ്പോർട്ട് 87 സർക്കാരിന് കൊടുക്കുന്നത്. അന്ന് ശ്രീമാൻ EK നായനാരാണ് അന്ന് മുഖ്യമന്ത്രി. ഈ നാരായണപിള്ള കമ്മീഷൻ്റെ റിപ്പോർട്ട് EK നായനാരുടെ മുമ്പിലാണ് സമർപ്പിക്കുന്നത്. അതിനുശേഷം നായനാർ ഗവൺമെൻറ്റും അതിനുശേഷം വന്ന കരുണാകരൻ ഗവൺമെൻറ്റും ഈ നാരായണപിള്ള കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കാനോ ഒന്നിനും തുനിഞ്ഞില്ല. ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം സർക്കാരിലില്ല, കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിൽ ലഭ്യമല്ല എന്നും പറഞ്ഞുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതായത് 3 കൊല്ലം 85, 86, 87 3 കൊല്ലത്തെ പ്രവർത്തനമാണ് ഇത് നടത്തിയാണ് എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തിയാണ് നാരായണപിള്ള കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിയത്. ആ റിപ്പോർട്ട് ഇപ്പോൾ അവർ അവഗണിക്കുകയും ചെയ്തു. ഇപ്പോൾ സർക്കാരിൽ അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഈ വിഭാഗത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും അനുകൂലമായ എന്തെങ്കിലും സംഭവം ആണെങ്കിൽ അതിനെല്ലാം തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ എല്ലാ സർക്കാരുകളും, ഇടതായാലും വലതായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണമെന്നാണ്. അല്ലേ? അപ്പോൾ ജാതി മത ചിന്തയ്ക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് മനുഷ്യരെ ഒരുപോലെ കാണാൻ ഉള്ള സംവിധാനം ഉണ്ടാകണം. ഇതാണ് ഞങ്ങൾ അതിന് പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞിരുന്ന ആവശ്യം. അതാണ് റിപ്പോർട്ടിൽ കാര്യമായിട്ട് കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ഇവർക്ക് രസിക്കില്ലല്ലോ. കാരണം കക്ഷി രാഷ്ട്രീയക്കാരല്ലേ ഭരിക്കണത്. അപ്പോൾ ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകളെ പരിഗണിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാരിനെ രസിക്കുമോ? ഇടതോ വലതോ ഏതോ ആട്ടെ. അപ്പോൾ അത് പോരാ. വാസ്തവത്തിൽ ജനങ്ങളെയും നാടിനെയും വേണം മുന്നിൽ കാണാൻ, സ്വന്തം കക്ഷികളെ അല്ല വാസ്തവത്തിൽ പരിപാലിക്കും. ബ്രാഹ്മണർ അടക്കമുള്ള മുന്നോക്ക സമുദായത്തിന് സംവരണം വേണമെന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും അതെ. കാരണം ഇത്രയും കാലമായിട്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയും കാലമായിട്ട് ഈ വിഭാഗങ്ങൾ മുഴുവൻ ബ്രാഹ്മണനായാലും അതുപോലെ ബാക്കി മുന്നോക്കം എന്ന് പറയപ്പെടുന്ന നായർ, പിന്നെ ക്ഷത്രിയർ, അമ്പലവാസികൾ എന്നൊക്കെയുള്ള പറയുന്ന വിഭാഗങ്ങൾ ഇവർ മുഴുവൻ മുന്നോക്കമെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ്. അവർ ഈ കാലം അത്രയും സർക്കാരിൻ്റെ അവഗണന മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പരിഗണനയും ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ തലങ്ങളിലും ഇവർക്ക് അവഗണനയാണ്. പ്രധാനമായിട്ടും സംവരണം വിദ്യാഭ്യാസ കാര്യത്തിലായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, ഇവിടെ സർക്കാർ ജോലി കിട്ടാനില്ല ഇവർക്ക്, കിട്ടാനില്ല. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുടെ തുല്യ പരിഗണന കിട്ടണമെങ്കിൽ സംവരണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സംവരണം ഉള്ള സമുദായങ്ങൾക്ക് വാസ്തവത്തിൽ 50% സംവരണം ഉള്ളത്. ഇപ്പോൾ ബാക്കി 50% ആർക്കാ? ഈ 50% അവർക്ക് തന്നെ കൊടുത്തു. വല്ലതും 4-5% ഇപ്പുറത്ത് കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. ആ തരത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ സംവരണം എന്ന് പറയുന്നത്
ജോലി കിട്ടണമെങ്കിൽ, അതായത് ജോലി സർക്കാരിൽ ജോലി ലഭ്യമാകണമെങ്കിൽ സംവരണം കൂടിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് തുല്യമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ തുല്യമായിട്ട് ഇത് കിട്ടിയേ കിട്ടുകയുള്ളൂ. അപ്പം ഈ വിഭാഗങ്ങൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറയുന്ന ഒരു തമാശയായി മാറില്ലേ? ഈ 92 സുപ്രീം കോടതി വിധി അനുസരിച്ച് പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഈ സാമ്പത്തികം, അതിൽ ക്രീമി ലെയർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉന്നത നിലവാരമുള്ളവരെയാണ് ഈ ക്രീമി ലെയർ. കുറച്ച് പരിഗണന കൂടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഉന്നത നിലവാരത്തിലുള്ളവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കാണ് സംവരണം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി 92 സുപ്രീം കോടതി വിധി അനുസരിച്ച് നിലവിലുള്ള. അപ്പോൾ അത് എല്ലാവർക്കും ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളെയും പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയാലും ആ വിധി അനുസരിച്ചുള്ളതേ നടക്കുകയുള്ളൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് ബാധകമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം വരുന്നത്. വാസ്തവത്തിൽ നമ്മളെ കൂടെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് ക്രിമിനൽ ലെയറിന് താഴെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതാണ് നിയമം ഇന്നത്തേത്. അപ്പോൾ അതനുസരിച്ചുള്ള ബാധകം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഇതിൽ മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് എന്നുള്ള ആ ഒരു പ്രയോഗം ശരിയല്ല. കാരണം ഇവിടെ ഈ പറഞ്ഞ വിഭാഗങ്ങൾ മുന്നോക്കക്കാരല്ല വാസ്തവത്തിൽ. അവർ ബാക്കിയുള്ളവർ തുല്യ സ്റ്റാറ്റസാണ് ഇവർക്കുള്ളത്. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് തന്നെ ഇവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സാമൂഹികമായിട്ട് ഏകീകരിക്കപ്പെട്ട ജനതയാണ് കേരളത്തിലുള്ളത്. പിന്നെ വേണമെങ്കിൽ ഈ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ അവരെല്ലാം അവരുടെ ജീവിത സാഹചര്യങ്ങളും ഈ മലയിൽ കാട്ടുപ്രദേശത്തുള്ള അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഒരേപോലെ കണക്കാക്കേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ഇപ്പോൾ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്താതെ വെച്ചിരിക്കുന്ന ഈ സമുദായങ്ങൾക്കും എല്ലാം തുല്യ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഒരേ ലിസ്റ്റിൽ തന്നെ പെടുത്തേണ്ടത്. അപ്പോൾ എല്ലാം OBC ലിസ്റ്റാണ്, എല്ലാവരും OBC ലിസ്റ്റിൽ തന്നെ പെടുത്തുക. അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ പട്ടികയിലാണ് പെടുത്തേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് 92 സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ബാക്കിയുള്ളവരെ OBC ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ കണക്കാക്കിയത്. അപ്പോൾ ആ തരത്തിലാണ് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചതും ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അതിനെപ്പറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് സംഭവം. ഈ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം നേടാനായി എന്നാണോ സാറ് പറയുന്നത്? ലക്ഷ്യം നേടാനായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കുറേ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ യഥാർത്ഥമായ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ ഇനി വളരെ കടമ്പ കടക്കേണ്ടതുണ്ട്. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മൊത്തമായ ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ കമ്മീഷൻ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ, അതനുസരിച്ച് സർക്കാരും പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വിഭാഗക്കാരും സംവരണത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കല്ലെറിയുകയും ഗേറ്റ് തല്ലിപ്പൊളിച്ച് അകത്ത് കിടക്കാൻ ശ്രമിക്കുകയും പിന്നെ ലാത്തി ചാർജ് നടത്തി തണ്ണീർവാദ പ്രയോഗം എല്ലാം നടത്തി അതിൽ പിന്നെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇവരെ ബോധവൽക്കരിച്ച് എടുത്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ അത് എന്ന് നടക്കുമെന്ന് പറയാൻ ഒക്കില്ല. കാരണം ഓരോ വിഭാഗങ്ങൾ ഓരോ സംഘടനകളാണ്, അവരവർ വളരെ സങ്കുചിതമായ ലെവലിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയെ പറ്റി എനിക്ക് പേര് കൊടുത്ത് പറയാൻ ഒക്കില്ല. കാരണം അവരവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ചില നടപടികൾ, പിന്നെ അത്രയ്ക്കൊന്നും പോകാത്ത വെറും മതപരമായ കാര്യങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ പൊതുവായ ആവശ്യങ്ങളിൽ ആളുകളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ലക്ഷ്യം നേടുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ താമസിക്കുമായിരിക്കും. അതിന് സമീപ ഭാവിയിലെങ്കിലും ഇത് ഉണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ
കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ പേരിലെങ്കിലും ഇത് മുന്നോക്കക്കാർക്ക് പിന്നോക്കക്കാർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അതിന് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം വനിതാ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവന്നിട്ട് എത്ര പ്രാവശ്യം അവിടെ കൊണ്ടുവന്ന് കളഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് ഇതിന് സംബന്ധിച്ച് കൊണ്ടുവന്നാൽ തന്നെയും സുപ്രീം കോടതി ഈ പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കിയത് എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഞങ്ങൾ ഈ പ്രവർത്തനം അനുസരിച്ച് ഈ വിഭാഗങ്ങളെ കൂടെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംവരണം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവരോട് ന്യായം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് സർക്കാർ അതിന് വേണ്ട കനിഞ്ഞ് അതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ ഈ കാര്യം നടക്കുള്ളൂ. ഇപ്പം ഈ കൂട്ടുകാരെല്ലാം ഇവിടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭണവും ഒരു നടത്തി കൊണ്ടുവരിക എന്ന് പറയുമ്പോഴേക്കും അതിന് കുറച്ച് കാലം പിടിക്കും. പക്ഷേ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലും ഞങ്ങൾ മുന്നോക്കക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെ വിഡ്ഢികൾ എന്നല്ലാണ്ട് എന്താ പറയാൻ നോക്കുന്നത്? അതിൽ കൂടുതലൊന്നും പറയാൻ ഒക്കില്ല. കാരണം ഇവര് ആരെക്കാൾ മുമ്പിൽ നിൽക്കുന്നവര് ആരെക്കാൾ മുമ്പിലല്ല ഇവര്. അങ്ങനെയുള്ള ഒരു സമുദായം, ഒരു വിഭാഗം മുന്നോക്കക്കാരെന്ന് പറഞ്ഞ് നടക്കണത് എന്തിനാണ്? അതിന് ആവശ്യമില്ല. ഞങ്ങൾ മുന്നോക്കക്കാരല്ല, ഞങ്ങൾ പിന്നോക്കക്കാർ തന്നെ, ഞങ്ങളെ OBC ലിസ്റ്റിൽ പെടുത്ത് എന്ന് പറയാനുള്ള ആർജവം ഓരോ വിഭാഗങ്ങളും ഉണ്ടാക്കണം. ഉണ്ടായാലേ പറ്റുള്ളൂ. ഈ ധാരാളം സംഘടനകളുണ്ട് ഈ കൂട്ടത്തിൽ. 3-4 ഒന്നും അല്ല, ഓരോ വിഭാഗത്തിലും പല സംഘടനകളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കണം. അവർ വേണ്ടി എന്നാൽ ജനാധിപത്യ രീതിയിലുള്ള മാർഗങ്ങളുണ്ടല്ലോ, അത് സ്വീകരിച്ച് മുന്നോട്ട് വന്ന ആവശ്യം നേടിയെടുക്കാൻ അവർ വരണം. അതിനൊരു ബോധവൽക്കരണം ഞങ്ങളുടെ ഈ മാനവ ഐക്യ രീതിയിൽ കൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ബോധവൽക്കരണ പരിപാടിയാണ് വാസ്തവത്തിൽ ഞങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണ് ഈ റേക്കി ചികിത്സാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്? ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു ചാനലിൽ റേക്കിയെ പറ്റിയൊരു പരിപാടി ഞാൻ കണ്ടു. ഒരു സ്ത്രീ, റേക്കി മാസ്റ്ററായിട്ടുള്ള സ്ത്രീ, തിരുവനന്തപുരത്ത് തന്നെയുള്ള കവടിയാറിലെ മറ്റുള്ള അവരുടെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു റേക്കിയെ പറ്റിയിട്ട്. അതായത് യാതൊരു മരുന്നുമില്ലാണ്ട് ഏതൊരു രോഗത്തിനും ശമനമുണ്ടാക്കാം, രോഗമുക്തി നേടാം എന്നുള്ള സന്ദേശമാണ് അവർ ഈ പ്രോഗ്രാമിൽ കൂടെ തന്നത്. അത് വന്നപ്പോൾ അത് വളരെ ആകർഷണമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഒരു മരുന്നും ഇല്ലാണ്ട് ഏത് രോഗവും ചികിത്സിച്ച് മാറ്റാം എന്നുള്ളൊരു അത് വന്നപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ആർക്കാണ് അതിനെപ്പറ്റി ഇതില്ലാത്ത. കാരണം ഇന്ന് മരുന്നുകൾ ഓരോരുത്തരും പൊതിക്കെട്ടും കൊണ്ടാണ് നടക്കുന്നത്. മരുന്ന് കൊണ്ട് രാവിലത്തേക്ക് കഴിക്കേണ്ട ഇതാണ് പൊതി, ഉച്ചത്തേക്ക് കഴിക്കേണ്ട പൊതി ഒരുത്ത്, വൈകുന്നേരത്തേക്ക് കഴിക്കേണ്ട പൊതി കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മരുന്ന് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മരുന്നൊന്നുമില്ലാണ്ട് രോഗമുക്തി നേടാമെന്നുള്ള ഒരു സന്ദേശം കിട്ടിയപ്പോൾ അതിൽ വളരെ ആകർഷണം തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ആഗ്രഹം തോന്നി പഠിക്കണം. എന്താണ് റേക്കി, ഒന്ന് വിശദീകരിക്കാമോ? റേക്കി എന്ന് പറയുന്നത് ജപ്പാൻ ഭാഷയിലുള്ളൊരു വാക്കാണ്, ജാപ്പനീസ് വാക്കാണ്. അതിന് 2 വാക്കുകൾ ചേർന്ന് റേ കീ, 2 വാക്കുകൾ ചേർന്ന്. റേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് യൂണിവേഴ്സ് എന്നുള്ള അർത്ഥമാണ്, പ്രപഞ്ചം എന്നുള്ളതാണ്. കീ എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ് അർത്ഥം. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ യൂണിവേഴ്സൽ ലൈഫ് എനർജി എന്ന് പറയാം. അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തി, അതാണ് റേക്കി എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സമുദ്രത്തിൽ വെള്ളം കിടക്കണം, സമുദ്രത്തിലെ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് കഴിയുമ്പോൾ പാത്രത്തിലെ വെള്ളമായി ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തി അത് നമ്മളാകുന്ന ഈ പാത്രത്തിനകത്ത്, ഈ പാത്രം എന്നുകൊണ്ട് ഇതിൻ്റെ അകത്തുകൊണ്ട്, മനസ്സിലായില്ലേ? ജീവശക്തി ഇല്ലേ നമുക്ക്? ജീവശക്തി ഇല്ലെങ്കിൽ നമുക്ക്, ലൈഫ് എനർജി ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ ഒക്കില്ല. ജീവശക്തി അല്ലെങ്കിൽ റേക്കി നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മളായിട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ, അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത് വെറുതെ ഒക്കെ ചെയ്യാവുന്ന സാധനമാണ്. അപ്പോൾ
നമ്മളായിട്ട് നിലനിർത്തുന്ന ജീവശക്തി തന്നെയാണ് റേക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ റേക്കി എന്നൊരു ചികിത്സയുടെ കാര്യം പറയുന്നുണ്ട്. റേക്കി ചികിത്സ എന്ന് പറയുന്നുണ്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം, അസുഖം എന്തെങ്കിലും വരിക, ഒന്നുകിൽ നമ്മളുടെ ഈ ലൈഫ് എനർജിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. ചിലപ്പോൾ ആവശ്യമുള്ള എനർജി കാണില്ല, അല്ലെങ്കിൽ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എനർജി കടന്നുകൂടിയിട്ടുണ്ടാവാം. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഈ രോഗാണുക്കളൊക്കെ കൊണ്ട് ഒന്നുണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വിപരീത ഫലം ഉണ്ടാക്കുന്ന എനർജിയാണ്. ഇപ്പോൾ ആവശ്യമില്ലാത്ത അതിന് നെഗറ്റീവ് എനർജി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ വെളിയിൽ കളയണം. പോസിറ്റീവ് എനർജിയിൽ ഈ എനർജിയിൽ ഫില്ലപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ രോഗാവസ്ഥ മാറും, ഓക്കെയാവും. അത് രോഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാനസിക രോഗങ്ങളുമുണ്ട്, ശാരീരിക രോഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഏത് തരത്തിലുള്ള രോഗങ്ങളും ഈ എനർജി കൊടുക്കുന്നതുകൊണ്ട് ട്രീറ്റ് ചെയ്യാം, സുഖപ്പെടുത്താം. റേക്കി എനർജി കൊടുത്താൽ മതി. റേക്കി കഴിയുമ്പം നമ്മളിവിടെ റേക്കി പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ റേക്കി പഠിക്കാൻ ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ആവശ്യമുള്ള ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അതിനൊരു ചെറിയ നോർമലായിട്ടുള്ള ഫീസ് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ പോകുന്ന പോലെ ലക്ഷക്കണക്കൊന്നും വേണ്ട, വളരെ ലളിതമായുള്ള ഫീസ് വേണം. ആ ഫീസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം 1ാം ക്ലാസ്സാണ് പഠിക്കുക. 1ാമത്തെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെത്താനെ തൻ്റെ ശരീരത്തിൽ ഉള്ള ഏത് നെഗറ്റിവിറ്റിയും ഒഴിവാക്കാൻ സാധിക്കും. തന്നെത്താൻ ചികിത്സിക്കാം, അതുപോലെ ബാക്കിയുള്ളവർക്കും ചികിത്സ കൊടുക്കാം. അങ്ങനെ